ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഇവിടുത്തെ വല്യമ്മ ഒന്ന് ചെറുതായിട്ട് വീണിട്ട് പരിക്കുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ BC റോഡ് ഉള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടലിന് പേരൊന്നുമില്ല. അങ്ങനെ അവിടെ പോയിട്ട് നല്ല നാടൻ ഭക്ഷണമൊക്കെ കിട്ടും. ഇത് എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ എൻ്റെ വ്ളോഗിലുണ്ടായിരുന്നു ഈ വീഡിയോ. ഭക്ഷണമൊക്കെ ഉള്ള എനിക്ക് ഒരുപാട് വ്യൂസിനൊക്കെ കിട്ടിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പം മക്കളില്ല, മക്കൾ രണ്ടാളും ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയിക്കാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് വേഗം പോയിട്ടോ. എന്തായാലും നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ വന്നാൽ ഈ കല്യാണ വീട്ടിലേക്ക് ആൾ വരുന്ന മാതിരിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഒരുപാട് വ്യൂസിനൊക്കെ കിട്ടിയൊരു വ്ളോഗായിരുന്നു അന്നത്തെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോയിട്ട് പിന്നെ ഈ കോയാസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതിനെക്കൊണ്ട് എനിക്ക് ഒരു ABCD അറിയില്ല. പിന്നെ നമ്മൾ അറിയല്ലോ എവിടെയാണ് റൂം എവിടെയൊക്കെ എടുക്കുന്നത് എന്നൊക്കെ. അതിനെക്കൊണ്ട് പിന്നെ തപ്പിപ്പഴിവില്ലാതെ നമ്മൾ അവിടെ എത്തി റൂമൊക്കെ കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മളെ ഓണറെ ഉമ്മാണ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഈ ലിഫ്റ്റിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല പേടിയുണ്ട്. മൂപ്പര് സ്റ്റെപ്പ് കയറട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കയറി വന്നാണ്. അങ്ങനെ പുറത്തിറങ്ങി പിന്നെ നമ്മൾ റൂം നമ്പറൊക്കെ നോക്കാണ് കേട്ടോ. ഏതിലാണെന്നുള്ളത് അറിയാം, പക്ഷെ നമ്പർ നോക്കി പോവാണ്. അപ്പം കുറേ നലിയേണ്ട ആവശ്യം വന്നില്ല. തമ്പത്തന്നേനും പിന്നെ ഞാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. വലിയമ്മനൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. എൻ്റെ ഉള്ളിൽ മോശമല്ലേ. പിന്നെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ആങ്ങളുടെ മക്കളാണ്. ആയിഷനെ അറിയില്ലേ, ആയിഷൻ്റെ അനിയനാണ്. അപ്പോൾ 2 മക്കളാണ് കേട്ടോ എൻ്റെ ആങ്ങൾക്ക്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. കാരണം ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഹോസ്പിറ്റലായിരുന്നു. രണ്ടാമത്തെ ബർത്ത്ഡേ അതുപോലെ എന്തോ ഒരു സംഭവമായിട്ട് അങ്ങനെയും പോയി. അങ്ങനെ മൂന്നാമത്തേതായപ്പം നമ്മളൊന്ന് മണത്തറിഞ്ഞ് വന്നതാണ്. വിളിക്കാതെ തന്നെ എല്ലാവരും ഒന്ന് കയറി അറിഞ്ഞ് വന്നതാണെന്ന് പറയാം. അപ്പോൾ ഒരു കഴിക്കണമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ എല്ലാവരും വന്നപ്പോൾ പായസമൊക്കെ വെച്ച് അങ്ങനെ. അത് ആയിഷൻ്റെ മാമൻ്റെ മോളാണ്. അത് ഒരു മക്കളാണ്. ഇത് കണ്ടാലും എൻ്റെ ആങ്ങൾക്കുള്ള പരിപാടി കേട്ടോ. മോനെ കണ്ടാൽ ഇങ്ങനെ ഹെയർ മസാജ് ചെയ്യിപ്പിക്കും. അങ്ങനെ ബർത്ത്ഡേ ബോയിനൊക്കെ മാറ്റിക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോനെ പറ്റിയിട്ട് ചെറിയൊരു സംഗതി പറയാം. നമ്മളെ മോന് ഇതുവരെയായിട്ട് 3 വയസ്സായിട്ട് നടന്നിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ആൾ. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ അറിയില്ല. അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നല്ല നോർമലാണ്. ആൾ നല്ല കളിയും ചിരിയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഇനി എടുക്കുന്ന വീഡിയോയിലൊക്കെ മോനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കല്ലേ എന്താണ് ഇങ്ങനെയെന്നൊക്കെ ഒരു ഇതുണ്ടാവും. കാരണം 3 വയസ്സായ കുട്ടിയല്ലേ. അപ്പം നടക്കാതെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ, വേറെ ഒന്നല്ല. അപ്പം മോന് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും വേണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ പ്രാർത്ഥന വേണം. അടുത്ത വർഷം അവൻ്റെ പിറന്നാളാകുമ്പോഴത്തേന് നടക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നാത്തൂനിക്ക് കൊറോണ ഉണ്ടായിരുന്നു. കൊറോണ 2 പ്രാവശ്യമായിട്ട് വന്നിരുന്നു. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. മോനിക്കല്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോൻ്റെ എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൾക്ക് കൊറോണ വന്നതിൽ അങ്ങനെ എന്തോ ആണോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ടാണ്. ഞാൻ പറയുകയാണ് അങ്ങനെ ആണേക്കുമെന്തോ. എന്തൊക്കെ പഠിച്ചവൻ്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുക. പിന്നെ മോൻ്റെ പേര് ഐസിൻ ബഷീർ എന്നാണ്. അവന് എൻ്റെ ഒപ്പൻ്റെ പേരും കൂടി ഇട്ടതാട്ടോ. ബഷീറിന് മോന് ഇപ്പം മരിച്ച ടൈമിലായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ നമുക്ക് ഇപ്പം ഒരു പുതുജീവൻ വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥയോടെ തന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ പറയുകയാണ്, മോൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും അന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കണം.
പിന്നെ ഈ കേക്കൊന്നും കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ഇത് സർപ്രൈസായിട്ട് കിട്ടിയൊരു കേക്കാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ല സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.